ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പാണ് ഒരാളെ കണ്ടുമുട്ടുന്നതെങ്കിൽ ഗുഡ് മോർണിംഗ് എന്നും, 1 മണി മുതൽ 5 മണി വരെയുള്ള സമയമാണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ എന്നും, 5 മണിക്ക് ശേഷമാണെങ്കിൽ ഗുഡ് ഈവനിങ് എന്നും ആണ് പറയേണ്ടത്. രാത്രി കണ്ടുമുട്ടുകയാണെങ്കിൽ ഗുഡ് ഈവനിങ് എന്നും, രാത്രി പിരിയുമ്പോൾ മാത്രമാണ് ഗുഡ് നൈറ്റ് പറയുക. രാത്രി പിരിഞ്ഞില്ലെങ്കിൽ അപ്പം എന്താണാവോ പറയാ? അതൊന്നും എഴുതില്ലല്ലോ ഇവര്. അതിന് വേറെ കാശ് കൊടുക്കണം. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. വാട്ട് ഈസ് ദ ടൈം? 10 മണി. കാലത്ത് 9 മണിക്ക് ശേഷമാണെങ്കിൽ ഗുഡ് മോർണിംഗ് എന്നും, ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ എന്നും, ഉച്ച ഇരിഞ്ഞ് 5 മണിക്ക് ശേഷമാണെങ്കിൽ ഗുഡ് ഈവനിംഗ് എന്നാണ് പറയാ. മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ്, ഗുഡ് നൈറ്റ്, പിന്നെ ഗുഡ് മിഡിൽ നൈറ്റ്. Good morning, sir. Good morning. You have breakfast? Yes, I had. Yesterday you have dinner? Yes, sir. And lunch? Yes. 3 നേരം ഉരുട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ, എന്നിട്ട് ശരീരത്തിലൊന്നും കാണില്ലടോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഈ കമ്പനിയുടെ ഉടമസ്ഥൻ ഞാനാണ്. ഇവിടെ ഗുഡ് മോർണിംഗ് കൊടുക്കണോ മേടിക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. നീ ആയിട്ടൊന്നും വേണ്ട. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. യു ആർ മാരീഡ്? നോ സർ. ഹൗ മെനി ചിൽഡ്രൻ? സർ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്താ കുട്ടികളുണ്ടാവില്ലേ? എന്ത് വൃത്തിയുടെ ആൾ പറയണേ. സാരമില്ല ലീലാമ്മേ, അങ്ങേര് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കല്ലേ. അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ബിസിനസ് ടൂർ പോകാനായിട്ട്. അതൊക്കെ പോട്ടെ, സത്യത്തിൽ എത്ര കുട്ടികളുണ്ട്? ഇപ്പൊ പുതിയതാണല്ലോ, ഇംഗ്ലീഷ് ഒന്ന് പൂച്ചാലോ. Who are you? I'm Mr. Kanappan, textile engineer from Delhi. Who's the owner of this factory? These instruments are dangerous for the people. I will never allow the people to work like this. I want to meet the manager right now. Can you let me know who the manager is? Hello, excuse me. What a stupid fellow. I don't know what his problem is. ഇവൻ എന്തിനാ ഇപ്പം എന്നെ ചീത്ത പറഞ്ഞേ? ഇങ്ങനെയൊക്കെ ഇംഗ്ലീഷ് പറയണമെങ്കിൽ ഞാൻ 3 ജന്മം ജനിക്കണം. പുസ്തകത്തിൻ്റെ കാശ് പോയ പിശാശ്. സാർ എന്താ ഇന്ന് വൈകിയെന്ന് ചോദിക്കടാ. സാറ് വൈകിയില്ലോ, ഞാനല്ലേ വൈകിയത്. ശമ്പളം തരുന്നവൻ പറയുന്നത് അനുസരിക്കടാ. ഒബൈ. ഓ, സാറെന്താ വൈകിയേ? I am coming the factory. One elephant crossed the road. Papan and the elephant fighting. Then I am late. You understand? Yes, sir. You get out. ശരി സർ. ഇവിടെ വാ. And come 1 tea. Okay. Unsuitable പോരായ്മ, unsuitable പോരായ്മ, unsuitable പോരായ്മ, unsuitable പോരായ്മ. ഹലോ, ആരെ? അയാളെ കയറ്റിവിട്, അയാളെ മാത്രം. ഇടിഞ്ഞു പൊളിഞ്ഞ് 5-6 കടമുറി, ഷടാങ്ക് പടം മാത്രം കളിക്കുന്ന ഒരു പരട്ട തിയേറ്റർ, 2 മനുഷ്യർക്ക് താമസിക്കാൻ പാറാവളയം പോലൊരു കുടി. തനിക്ക് എന്തിനാ കുട്ടപ്പ ഇതിന് മാത്രം സ്വത്തുക്കള്? സ്പിന്നിംഗ് മില്ല് തുടങ്ങാനുള്ള എന്റെ വീതം 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയ കോടികൾ വിലയുള്ള എന്റെ വസ്തുക്കൾ തനിക്ക് ഞാൻ പണയം തന്നത്. 8-10 ലക്ഷം രൂപയ്ക്ക് കൊണ്ട് ഇതെല്ലാം കൂടി പറ്റിച്ചെടുക്കാൻ തനിക്കൊരു മനസാക്ഷിക്കുത്തും ഇല്ലേ ഈ പച്ച? നമ്മുടെ അപ്പനപ്പൂപ്പന്മാരൊന്നും വേലയെടുത്ത് ഉണ്ടാക്കിയ മുതലല്ലല്ലോ കുട്ടപ്പ ഇതൊന്നും. കട്ടും മൂട്ടിച്ചുണ്ടാക്കിയതല്ലേ ഈ പച്ച? മോഷണ മുതലിന്റെ വീതം ചോദിക്കാൻ ഇറങ്ങിയതാ താൻ. ഈ പച്ച ഓടാ. അറക്കളം പീലിയുടെ മോനെ, ഞാൻ കുണ്ടുകുഴിയിൽ ഇട്ടിയുടെ മോൻ. ഇട്ടിയും പീലിയും മുഖം മൂടി വെച്ച് നാട് മുഴുവൻ കട്ടുമുടിച്ച 2 പേരും കള്ളന്മാര്. പാരമ്പര്യത്തിന്റെ വഴി നോക്കിയാ നമ്മളും കക്കാൻ ഇറങ്ങേണ്ടവരാ. പക്ഷെ ഞാൻ മോഷണം അങ്ങ് നിർത്തി. വീട്ടുപേര് പോലും മാറ്റി. മലയിൽ ജുവലേഴ്സ്, മലയിൽ സ്പിന്നിംഗ് മിൽസ്, മലയിൽ പ്ലാന്റേഷൻസ്. അതേടോ, കുഴിയിൽ കിടന്നവൻ മലയിലോട്ടങ്ങ് കയറി. താനോ വേലയും കൂലിയുമില്ലാത്ത പാഴ് ജന്മം. നിന്നോട് ഇറക്കാൻ വന്നത് എന്റെ തെറ്റ്. ദൈവം എന്നൊരാളുണ്ട് കേട്ടോടാ പൊന്ന ഈപ്പ. ഒന്ന് നിന്നേ. എന്തുറപ്പിലാടോ താൻ ദൈവത്തെ കൂട്ടുപിടിച്ചത്? സ്വന്തം അപ്പനെ കൊന്നവനല്ലടാ നീ. നീ അപ്പാവിയ, നിന്നെ ഞാൻ മേല് നോവിക്കുകയല്ല. പക്ഷെ നിന്റെ ഒരു മോനുണ്ടല്ലോ, കൊച്ചു ബേബി, അവനെ ഞാൻ തീർക്കും. പറഞ്ഞു വരുമ്പോ എന്റെ ഒരു കൊലപാതകത്തിന് സാക്ഷിയാണവൻ. വർഷങ്ങൾ കഴിഞ്ഞു. എന്നാലും അവൻ നിരൂപിച്ചാൽ എനിക്ക് സർക്കാർ വക ഒരു കയർ ഉറപ്പാ. 10ാമത്തെ വയസ്സിൽ നിന്നെ പേടിച്ച് നാട് വിട്ട് ഓടിപ്പോയവനാ എന്റെ കൊച്ചു ബേബി. അവൻ ആയുസോടെ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നു വെച്ച് നിനക്കൊരു നഷ്ടവും ഇല്ലല്ലോ ഈ പച്ച? ഇല്ല. ആയുസോടെ എവിടെയെങ്കിലും പണ്ടാറടങ്ങിയ എനിക്കൊരു ദോഷവും. പക്ഷേ ഈയിടെയായി ഉറക്കത്തിൽ എനിക്ക് ചില ദുസ്വപ്നങ്ങൾ. നിന്റെ കൊച്ചു ബേബി തിരിച്ചു വരണു.
എന്റെ വല്യപ്പച്ചനെ കൊന്ന ഈ പച്ചായനെ എവിടെയാണെന്ന് ചോദിച്ചു. ചിരിക്ക. വല്ലവനും കണ്ട സ്വപ്നത്തിന് നീ കേറി സന്തോഷിക്കലടാ കുട്ടപ്പ. കൊന്നുകളയും ഞാൻ അവന്. വയസ്സാം കാലത്ത് നിനക്കിനി എന്തിനാടാ ഒരു മോൻ? അവൻ ചത്തുപോട്ടാ കൊച്ചു ബേബി. കൊല്ലടാ അവനെ. തലമുറകളുടെ ശാപമാണ് മീനാക്ഷി അമ്മേ എന്റെ അപ്പന്റെ ശാപം. ഇപ്പം പറഞ്ഞത് നേരാ. അപ്പനെ കൊല്ലാൻ കൂട്ടുനിന്നവനാ ഞാൻ. പോട്ടെ കുട്ടപ്പ, സംസാരം വേണ്ട. അപ്പൻ കുംസാരിക്കാൻ പള്ളിയിലേക്ക് പോയ ആ പോക്ക് ഇപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. നിനക്ക് എന്നാ പറ്റിയടാ ഉവേ? പരുന്തുംകാലേ പോവും. ആര്? തലമുറകള് പരുന്തുംകാലേ പോവൂട്ടി. കുട്ടപ്പൻ രണ്ടാം കെട്ട് കെട്ടിയതോടെ വീടൊരു നരകമായി. നീ ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? കക്ക മുടിയും മുടിയ കക്കും. ഇതെന്റെ മാത്രം കാര്യമല്ല, നിന്റെ ചെറുക്കനും പോകാ. ഈപ്പൻ വീലിച്ചായൻ എന്നെ വിളിച്ചായിരുന്നു. നിന്റെ ഒക്കെ നിലനിപ്പെന്ന് പറയണത് ഞങ്ങൾ അപ്പന്മാര് കട്ടും മോട്ടിച്ചു ഉണ്ടാക്കിയ മുതലാ. മോനെ ഈപ്പ, മോഷണ മുതല് നിലനിൽക്കുകയില്ല. ഈ ലോകത്ത് തന്നെ അതിന് ശിക്ഷയുണ്ട്. ശിക്ഷയെന്നൊഴിയാൻ പക്ഷെ വഴിയുണ്ട്. തട്ടിച്ചും പറ്റിച്ചും ഉണ്ടാക്കിയത് മുഴുവൻ അതിന്റെ അവകാശികൾക്ക് മടക്കി കൊടുക്കുക. ഞാൻ സമ്മതിച്ചു. പക്ഷേ പീലിച്ചായന്റെ മോൻ സമ്മതിക്കുമോ? ഇന്ന് രാത്രി നമുക്കൊന്ന് കൂടാ. വെള്ളപ്പുറത്താണല്ലോ നമ്മൾ അലവലാദികളായത്. വെള്ളപ്പുറത്ത് തന്നെ നമുക്ക് അങ്ങ് നന്നാകാം. മുതല് തിരിച്ചു കൊടുക്കാന്നൊക്കെ പറയുമ്പോ അതിപ്പോ പീലിച്ചായൻ ഒറ്റയ്ക്ക് കൊടുത്താലും ഞങ്ങളും കൂടെ നാറും. നിങ്ങൾ തന്തമാര് പണ്ട് കള്ളന്മാരാന്ന് വെച്ച് ഞങ്ങൾ മക്കൾ എന്തിനാ സഹിക്കണേ? ഞങ്ങൾ കുറെ ഡീസന്റാ പീലിച്ചായ. അങ്ങനെയല്ലല്ലോ നീ നേരത്തെ പറഞ്ഞത്. നമ്മുടെ കാലം വരെ ഇത് ഇങ്ങനെ തന്നെ പോട്ടടാ പീലി. പിള്ളേരുടെ കാലത്ത് അവർ ഇഷ്ടം പോലെ ചെയ്യട്ടെ. മതി, ഞാൻ പോണ്. അല്ല പീലിച്ച മാറിയില്ലടാ. കൊല്ലല്ലേ പീലിച്ചായ, കൊല്ലല്ലേ. ഹായ്. മാനായും മയിലായും മങ്ങാട്ടച്ചനായും വേഷം മാറാൻ പീലിക്ക് നിമിഷങ്ങൾ മതി. മനുഷ്യരെ പറ്റിക്കാൻ ഇതൊക്കെ മതി. പക്ഷേ ദൈവം തമ്പുരാന്റെ മുമ്പില് എന്റെ മാറുവേഷങ്ങളൊന്നും വില പോവില്ല. നിനക്കറിയോ കൊച്ചു ബേബി, ഇന്ന് എനിക്കെന്റെ ഈട്ടി നഷ്ടപ്പെട്ടു. ആ ചോര എന്റെ തലമുറകളോട് കണക്ക് ചോദിക്കും. അത് പാടില്ല, പാടില്ല. എനിക്കൊന്ന് കുമ്പസാരിക്കണം. മീനോമച്ചി, മീനോമച്ചി, മീനോമച്ചി. എന്റെ ഈശ്വര, ഈ പാതിരാത്രിയിൽ നീ ഒറ്റയ്ക്ക് വന്നോ? എന്താടാ കുടിയാ വിശേഷം? ഒന്ന് ഫോൺ ചെയ്യണം. പള്ളിയിലോട്ട്. പള്ളിയിലോട്ടോ? നീ വാ. വീട്ടിലെ ഫോൺ അപ്പന്റെ മുറിയിലാ. അപ്പനിത് അറിയരുതെന്ന് വല്യപ്പച്ചൻ പ്രത്യേകം പറഞ്ഞു. പീലിച്ചായന് എന്ത് പറ്റി? വല്യപ്പച്ചന് തീരെ മേല. വികാരി അച്ഛനെ കാണണം, കുമ്പസാരിക്കണമെന്നൊക്കെ പറഞ്ഞു. എനിക്ക് പേടിയാ മീനുമ്മച്ചി. നീ ഇങ്ങോട്ട് വരുന്നത് ആരെങ്കിലും കണ്ടോ? ഇല്ല. സ്വർണ്ണക്കുരിശ്, വെള്ളിക്കുരിശ്, അലുമിനിയ കുരിശ്, മരക്കുരിശ്, മെത്രാപോലീത്ത, സാദാ മെത്രാൻ, സഹായ മെത്രാൻ, അച്ഛൻ, കപ്പ്യാര്, കന്യാസ്ത്രീ, ചെമ്മാച്ചൻ. എന്റെ അപ്പന്റെ ശവടക്കിന് ഈ ഇടവക മാത്രമല്ല, ഈ അതിരൂപത മുഴുവനും ഞെട്ടണം. നിങ്ങൾ ബലാത്കരമായി സ്വർഗരാജ്യത്തിലേക്ക് കടന്നു വരുവിൻ, അങ്ങനെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് അത് വേറെ അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഈ പച്ച. ഏത് കർത്താവ്? അങ്ങനെ ഒരു ആളില്ലച്ചോ. ഇതൊക്കെ വെറും വയറ്റിപ്പഴപ്പ. ഓ,
ദേ വേറെ ആരാണ്ടോ മരിച്ചു. അച്ഛൻ ഇന്ന് കോള് തന്നെ. ഈ ഇടവകയിൽ ഇന്ന് എന്താ കൂട്ടമരണോ? ദേ ഫോൺ ഞാൻ എടുക്കാം. അച്ഛൻ എളുപ്പം ഒന്ന് റെഡി ആയിക്കോ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ നീ, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. പറയാ എളുപ്പാണ്. ഹലോ, വികാരി അച്ഛനാണോ? അതെ, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ആ പീലിച്ചായന് കുമ്പസാരിക്കണമെന്ന് ഒന്ന് വീട് വരെ വരണം. ആ ഞാൻ ഉടനെ വരാം. ആരാ ഈപ്പച്ച? എനിക്ക് തെറ്റുപറ്റി. ദൈവം ഉണ്ട് എന്ന് പറയുന്നത് പുളുവൊന്നുമല്ല, ഉണ്ട്. അച്ഛൻ ധൈര്യമായിട്ട് വിശ്വസിച്ചോ, ഞാനാ പറയണം. ഇല്ലെങ്കിൽ ഈ ഫോൺ ഞാൻ തന്നെ എടുക്കണോ? ഇന്നലെയുള്ളോർ ഇന്നിവിടില്ല, ഇനി വരികില്ല യാത്രക്കാരാ, മുന്നിലതാ നിൻ കബറിടമല്ലോ. അതാ ഈപ്പച്ചനല്ലേ? കൂടെ ഉള്ളത് ആരാ? സാറാമ്മച്ചിയുടെ ആങ്ങള ശാന്തി. ഓ, പാതാളക്കരണ്ടിയിലെ ചട്ടമ്പി. എന്താ ഇപ്പ? അല്ല, കൊച്ചാങ്ങളെയോ? ഇതെന്താ ഈ നേരത്തെ? വിവരങ്ങളൊക്കെ അകത്തോട്ട് വന്നിട്ട് അകത്തോട്ട് കയറട്ടെ. ആ വാ വാ. എന്തോ കുഴപ്പമുണ്ടല്ലോ. ആ കത്തനാരൊരു വിടുവായന. കുംഭസാര രഹസ്യം നാട്ടുകാരും മുഴുവൻ അറിയും. എന്റെ അപ്പനോ പോയി. വയസ്സാം കാലത്ത് നിന്റെ അപ്പൻ കൊലക്കുറ്റത്തിന് കയറേ തൂങ്ങും. അതുമല്ല, മോഷണം മുതലൊക്കെ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞ പിന്നെ ഈ വീട്ടിൽ ഉപ്പുഭരണി മാത്രമേ ശേഷിക്കുള്ളൂ കുട്ടപ്പ. ഞാൻ എന്ത് ചെയ്യണോ നീ പറയുന്നേ? ഇഷ്ടദാനം. അറക്കളം പീലിയുടെ സ്വത്തുക്കള് അതിയാൻ നിന്റെ പേരിൽ ഇഷ്ടദാനം എഴുതാൻ പോണു. പാതാളകരണ്ടിയിലെ പെണ്ണ് പട്ടിണി കിടക്കാൻ ഒക്കുകയില്ല. ഞാൻ ബലമിച്ചോളാം. ഇത് വല്ല നടക്കുന്ന കാര്യമാണോ അളിയ? എടാ ഈപ്പച്ച, എന്റെ അപ്പന് ഇപ്പോഴും 2 പേരുടെ വിലവാ. അത് താൻ വിട്ടുപിടി. ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ ഇങ്ങ് വന്നേ. ഇങ്ങോട്ട് വാ മനുഷ്യ, വാ. അയ്യോ, ആരാ? വികാരിയച്ഛനാണോ? അതേ പീലി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്താ കുപ്പിയില്? ആനമുള്ളാണോ? അല്ല, മൂറോൻ തൈല. അന്ത്യകൂദാശയ്ക്ക് മൂറോൻ തൈലം. കർത്താവേ, എടാ ഈപ്പ, നീ എന്റെ അപ്പനെ ചതിച്ചു ഒന്നല്ലടാ. ഇട്ടിയും പീലിയും ഒരുമിച്ച് വളർന്നു. അവരൊരുമിച്ച് തന്നെ പോട്ടടാ. ഈ കടലാസുകളും കൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുക. ചാകുന്നതിന് മുമ്പ് പീലിച്ചായൻ എന്നോടൊരു വാക്ക് പറഞ്ഞു. മോനെ ഈപ്പച്ച, നിന്റെ അപ്പനെ ഞാൻ കൊന്നു. അതിന്റെ പ്രായച്ചിത്തായിട്ട് എന്റെ എസ്റ്റേറ്റുകളൊക്കെ നീ എടുത്തോടാന്ന്. അല്ല അപ്പൊ എന്ന് വെച്ച് പ്രാക്ക് കിട്ടുന്ന പണിക്കൊന്നും ഞാനില്ല. ഈ വീടും ചന്തയിലുള്ള കടമുറികളും തിയേറ്ററും നിനക്ക് തന്നെ. അത് മതിയല്ലോ കുട്ടപ്പ. നിനക്കൊരു ചെറുക്കനല്ലേ ഉള്ളൂ. ആ പറഞ്ഞതുപോലെ ആ കുരുത്തം കെട്ട ചെറുക്കൻ എവിടെടാ? കൊല്ലടാവനെ. എടാ പിടിക്കാൻ, പിടിക്കടാ. ഒരു കൊച്ചു ബേബി ചാണ്ടി ചായനെ കൊല്ലല്ലടാ. എടാ, ഒരു അബദ്ധം പറ്റിപ്പോയതാടാ.
പുറകെ ചെന്ന് കൊല്ലണവനെ. വിഷവിത്തവൻ, വിഷവിത്ത്. ആ വിത്ത് മൂത്ത് വരാൻ ഇനി സമയമെടുക്കും. പക്ഷേ മൂത്ത് മൂത്ത് കാതിലുറച്ചു പോയ നീ എനിക്കൊരു പ്രശ്നമാണ്. പറഞ്ഞു കേട്ടെടുത്തോളം ഇൻബോൺ ക്രിമിനലാണ് ഈപ്പൻ. അയാളെ കുട്ടപ്പച്ചൻ വീണ്ടും വിശ്വസിച്ചത് എന്താണ്? തിരുമണ്ടനല്ലേ ഇത്? ഭീരു പീരിച്ചായൻ പക്ഷേ കിടിലൻ കക്ഷിയായിരുന്നു. സാക്ഷാൽ തസ്കരവീരൻ. വേഷം മാറുന്നതിൽ അതിവിദഗ്ധൻ. ശരിക്കും ഒരു കലാകാരൻ. ആ മഹാകള്ളന്റെ മകൻ ദാ കിടക്കുന്നു, കണ്ടപതി ചളുക്കും കൊണ്ട്. ശോ. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലം ഗ്രാമീണരായ കൈത്തൊഴിലുകാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ 1 ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കുന്ന ഒരു പദ്ധതി സർക്കാർ കൊണ്ടുവന്നു. പക്ഷെ ഇതിന്റെ പേരിൽ മുതലെടുത്തത് ഈപ്പച്ചനെ പോലുള്ളവരാ. അവന്റെ മലൈ സ്പിന്നിംഗ് മിൽ എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടല്ലോ, അത് ശരിക്കും അവന്റെ അല്ല. കൊല്ലംകോട്ടിലുള്ള കുറെ പാവ നെയ്ത്തുകാര് ലോൺ എടുത്തുണ്ടാക്കിയതാ. ഹലോ, ഹായ് ഗൈസ്. കൊച്ചു ബേബി ആളങ്ങോട് വളർന്നുവല്ലോ. ഈ പച്ചായനും വല്ലാതെ വളർന്നു. സെറ്റപ്പ് ഗംഭീരം. കണ്ട കുരുത്തെന്ന് പറഞ്ഞത് ഇതാ. കേട്ടില്ലേ ഈ പച്ചായന്ന് വിളിച്ചത്? അപ്പന്റെ സ്ഥാനം എനിക്ക്. ഇത് വെറും ചൈനീസ് മേക്കാ. വിലക്കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആക്യുറസി കുറവാ. പാപ്പനിട്ട് പിടിച്ച പെണ്ണമൊഴും. പിന്നെ ലോക്കലി വിലസാൻ ഇതൊക്കെ മതി. താഴെ അണ്ടർവേൾഡുകാർക്ക് കുടിക്കാൻ എന്തെങ്കിലും നാരങ്ങ വെള്ളമോ പെപ്സിയോ സമൂസയോ? ഏയ് ഒന്നും വേണ്ട. എനിക്ക് ഇച്ചിരി ധൃതിയുണ്ട്. വാ നമുക്ക് അകത്തോട്ടിരിക്കാം. അപ്പൊ അണ്ടർവേൾഡുകാർക്ക് വിശക്കില്ലേ? അപ്പന്റെ ലോൺ എത്രയുണ്ട്? പലിശ അടക്കം കൃത്യം പറഞ്ഞ 10,62,612 രൂപ 55 പൈസ. ബേബിച്ചൻ നേരിട്ട് വന്നുകൊണ്ട് 10,62,612 രൂപ 55 പൈസയിൽ നിന്ന് 55 പൈസ ഞാൻ അങ്ങോട്ട് ഉപേക്ഷിച്ചു. അതുകൊണ്ട് ഞാൻ നശിക്കണേ അങ്ങോട്ട് നശിക്കട്ടെ. സന്തോഷായില്ലേ? വളരെ സന്തോഷായി. ഇതേ ഒരു 11 രൂപയ്ക്ക് ഇത് മതിയാവുമെന്ന് നോക്കി. ബേബിച്ച ഒന്നും വിചാരിക്കരുത്. എനിക്ക് നിന്റെ സാധനം ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അതല്ലടോ സ്വർണ്ണേ. അതിനെന്താ, ഒരച്ചു നോക്കാമല്ലോ. ഉരച്ചാ മാത്രം പോരാ, പിന്നെ അകത്ത് വിളക്കുണ്ടെങ്കിൽ ഉരച്ചാ അറിയില്ല. അറക്കണം, നന്നായിട്ട് അറക്കണം. മോനെ ദാ, ഇത് കൊണ്ടുപോയി അറുത്ത് കൊണ്ടുവന്നേ. ഇത് ഒറിജിനലാ. ഇപ്പൊ വിശ്വാസമായല്ലോ? ഇല്ല, മൊത്തം അറക്കണം. നമ്മുടെ ഇടപാട് തീർക്കാനുള്ള സ്വർണമായി. സത്യം പറയാലോ ബേബിച്ച, ഇത്ര ഒറിജിനൽ സ്വർണ്ണമൊന്നും അടുത്ത കാലത്ത് ഞങ്ങളുടെ കയ്യിൽ വന്നിട്ടില്ല അല്ലേ? ശരിയാ. അപ്പൊ നമ്മൾ തമ്മിൽ ഇടപാട് തീർന്നേ. ഇപ്പച്ചോ, ഓ ഒരു വില വെച്ച് ഇത് കൂടെ അങ്ങ് എടുത്തു. എനിക്ക് വഴിച്ചെലവിന് ഇച്ചിരി കാശ് വേണം. അറക്കണം. അറുത്തോ? നന്നായിട്ട് അറക്കണം. മോനെ കൊച്ചു ബേബി, വരുന്ന വഴിക്ക് നീ വീട്ടിൽ കയറിയില്ലേ? അവിടെ ആരിയിരിക്കുന്നു? അമ്മ. ആരുടെ? ആ, അപ്പനൊരു കാര്യം ചെയ്യും. ഈ ടാക്സിയെ പോയിക്കോ, ഞാൻ പിന്നാലെ വന്നേക്കാം. ഇച്ചിരി പണിയുണ്ട്. എടാ കൊച്ചു ബേബി, ഇവന്മാരെല്ലാം നിന്റെ കൂടെ വന്നവന്മാരാണോ? അവരൊക്കെ എന്റെ ഫ്രണ്ട്സാ. നീ ഈപ്പനെ എന്നാ ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്യും. അപ്പം കയറിയട്ടെ. Come on, boys. അപ്പൻ ഏത് കോപ്പിൽ അപ്പനാപ്പ? ഞങ്ങൾ 3-4 മക്കൾ ഈ രാജ്യത്ത് ഇങ്ങനെ തേരാപ്പാറ നടക്കുമ്പോ അപ്പനൊരു വാക്ക് ചോദിക്കായിരുന്നില്ല അപ്പ. ഇതാണോ അപ്പൻ? എന്നാ അപ്പൻ? അമ്മച്ചി, ഇത് വേണ്ടായിരുന്നു. വേറെ ആരെയും കിട്ടിയില്ലേ? കിട്ടി. നിന്റെ കാര്യം പറഞ്ഞ് ഞാനും നിന്റെ അമ്മയും എന്നും വഴക്കായിരുന്നു.
എനിക്ക് നല്ല സംശയമുണ്ട്. പ്രത്യേകിച്ച് നിന്റെ മുഖത്തുള്ള ആ പരട്ട മറുക്. എനിക്ക് ആളറിയാം. അപ്പനെ കൊണ്ട് അത് പറയിപ്പിക്കല്ലേ മോനെ. അപ്പൻ എന്നെ ഉറപ്പിച്ചോണ്ടാ കള്ളം പീലിയുടെ താവടിന്ന് പൊന്നു മേടിച്ചത്. അറുത്ത് നോക്കിയിട്ടാ മേടിച്ചത്. ഓ, തൊലിച്ചു നോക്കി. അപ്പാ ഇപ്പൊ ബോംബെയിലൊക്കെ അറുത്ത പിടികിട്ടാത്ത മറിമായുണ്ട്. പ്യൂരിറ്റി ടെസ്റ്റ് നടത്തണം, പ്യൂരിറ്റി ടെസ്റ്റ്. തുമ്മിച്ചാൻ അറിഞ്ഞു ഇവിടെ നടന്ന പുലി വല്ലതും? മോനെ തൊമ്മി, കരിസ്മാറ്റിക്കിന് ചേർന്ന് കുടി നിർത്തിന്ന് പറഞ്ഞിട്ട് ദുശീലങ്ങളെല്ലാം പൂർവ്വശക്തിയോടെ തിരിച്ചു വന്നല്ലോ മൂത്ത മോനെ. എന്താ തുപ്പി വൃത്തികെട്ടവൻ. കാഴ്ചക്ക് സ്വർണം തന്നെയാ. അതെ, എന്നാലും നീ പറഞ്ഞപ്പോ എനിക്കൊരു സംശയം തോന്നുന്നു. പ്യൂരിറ്റി ടെസ്റ്റ് നടത്തണോ? ഇനി നാളെ ആവട്ടെ. പ്യൂരിറ്റി ടെസ്റ്റ് നടത്തണമെങ്കിൽ സിറ്റിയിലേക്ക് പോകണ്ടേ? എനിക്ക് ഉറക്കം വരുന്നു. അവൻ സ്ഥലം വിട്ടാലോ? എന്ത് ഈ വെള്ളപ്പുറത്താ? സ്വയം ഉണ്ടാക്കി വെച്ച പുലിവാലല്ലേ, പരിഹരിക്ക്. അല്ല, ഇവൻ എന്നാ ഈ മുറുക്ക് തുടങ്ങിയ? ഇവൻ എന്താ പറ്റിയേ? അപ്പനും ഉറക്കമില്ല. എന്താപ്പാ തൊമ്മി, നീ എവിടുന്ന വരണേ? ഞാൻ ടൗണിൽ നിന്ന്. അപ്പൊ എന്റെ പൊന്നു കൊണ്ടുപോയതാരാ? അപ്പന്റെ പൊന്നല്ലേ അപ്പ ഞാൻ. അയ്യോ, ആൾമാറാത്ത മുഖം മൂടിക്കളൻ. എന്റെ പൊന്നു മുഴുവൻ പോയേ. എടാ ഓടിവായോ, എടാ പീറ്ററേ ഓടിവായോ. അപ്പ എന്താപ്പാ? അപ്പാ കാര്യങ്ങളൊക്കെ ഭംഗിയായി. സാധനം കംപ്ലീറ്റ് ഉണ്ട്. ആ കാലമാടൻ അതൊക്കെ ഒന്ന് അറത്തു. ഓ, അല്ലെങ്കിലും ഇത് ഒരുക്കാനുള്ളതല്ലേ. അപ്പൊ ബേബിച്ചായ ഞങ്ങൾ മടങ്ങുക. രാത്രി യാത്രയില്ല. ഞാൻ എങ്ങനെയാ നിന്നോട് നന്ദി പറയണ്ടേ? ബേബിച്ചായ സെന്റിമെന്റ്സ് പറഞ്ഞ് ഞങ്ങളെ വിഷമിപ്പിക്കല്ലേ. ഇനി എന്നാ അങ്ങോട്ട്? ഇനി ഏയ് വേണ്ട, നിങ്ങളെങ്കിലും സമാധാനമായി ജീവിക്കും. ഒരിക്കലും മടങ്ങി വരരുത്. എന്താന്നറിയില്ല, ആകെ ഒരു തരിപ്പ്. മോനെ പീറ്ററെ, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഉടനെ ചെയ്യണം. എന്ത് ചെയ്യാൻ കഴിയും? തൊമ്മിച്ചാനും ജോണിയും കൂട്ടിപ്പോയി അവനോടൊന്ന് തല്ലി നോക്കാം. അതിനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെഴുന്നള്ളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോടാ പീറ്ററെ? തല്ലിയാലും നമ്മൾ ജയിക്കില്ല തൊമ്മിച്ച. ജയിച്ചാലും ജയം പിടിച്ചു തീർത്താൻ നമ്മൾ പ്രയാസപ്പെടും. അവന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, നമുക്കുണ്ട്. സോ കൗശലപൂർവ്വം കാത്തിരിക്കാം. പഴയതുപോലെ 6 നീന്തി രക്ഷപ്പെടാൻ അവൻ ആഗ്രഹിക്കുന്ന കാലം വരും. അതുവരെ എലി കിടന്ന് ചുമ്മാ കളിക്കട്ടപ്പാ, നമുക്കത് കണ്ടു രസിക്കാം. പൂച്ചയ്ക്കും വേണ്ട ഒരു അല്പസ്വല്പ എന്റർടൈൻമെന്റ്സ്. എന്റെ 3.5 കിലോ സ്വർണം വെച്ച എലി കളിക്കണേ, അത് ഓർമ്മ വേണം പൂച്ചക്ക്. ഈ ആൾമാറാട്ടം അറക്കളം പീലിയുടെ മാത്രം വകയൊന്നും അല്ലല്ലോ. വല്യപ്പച്ചായനും അറിഞ്ഞുകൂടായിരുന്നോ? കുറേശ്ശെ. എന്റെ അപ്പൻ ഇതിൽ എക്സ്പെർട്ട് ആയിരുന്നു. അപ്പനറിയില്ല ഇതൊന്നും. പിന്നെ ഇപ്പൊ ടച്ച് വിട്ടുപോയി. ഇവിടെ എന്താടാ സാങ്കേതിക തകരാറ്? ബേബിച്ചായ മീനാക്ഷി പടം നിർത്തിയത് എന്തിന്? കാര്യമുണ്ട്. എന്റെ പൊന്നു മീനു, ക്ലൈമാക്സ് ആണ്. ഹേമാമാലിനെ കൊള്ളക്കാരിട്ട് ഓടിക്കാണ്. ഹേമാമാലിയുടെ കാര്യം ഓർത്ത് നീ ബേജാറാവണ്ട, അവളെ ധർമ്മേന്ദ്രൻ രക്ഷിച്ചോളൂ. ഇത് അങ്ങനെയല്ല. അംജദ് ഖാൻ, ഗബ്ബർ സിംഗ് ദേ വരുന്നു. ഗബ്ബർ സിംഗിനെ സഞ്ജീവ് കുമാർ തൊഴിച്ചു കൊന്നോളും. പക്ഷെ തങ്കമണിയെ രക്ഷിക്കാൻ ഇവരാരും വരട പൊടിയാ. തങ്കമണിക്ക് എന്നാ പറ്റി? എടാ, കാർഗിൽ നാരായണൻ
ഫറോലിൽ വന്നിട്ടുണ്ട്. അവൻ അമ്പലക്കവലയിൽ വന്ന് ബസ് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. എന്താടി നിങ്ങൾക്കിന്ന് പതിവില്ലാത്തൊരു കലപില? നിന്നെ തിന്നാമെന്നൊന്നും അല്ല കൊച്ചേ, എന്ന് വിചാരിച്ച് വേറൊരുത്തനെ കൊണ്ട് ഇത് തീറ്റിക്കുകയില്ല. നാരായണൻ ഉണ്ണാക്കനാണെന്ന് നിനക്കൊരു ധാരണയുണ്ടല്ലേടി? അയ്യോ, നാണുവേട്ടൻ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. വേണ്ട വേണ്ട, കൊളവധികാരം വേണ്ട. ഈ പച്ച മുതലാളി എല്ലാം എന്നോട് പറഞ്ഞു. ഏതവനാടി പുതിയ കഥാപാത്രം? അരക്കളം വേദി. ചോദിച്ച കേട്ടില്ലടി നിന്റെ ആരാണെന്ന്? ആ പുളുന്താൻ നിന്റെ. ഞാൻ ആരാണെന്ന് പറ തങ്കമേ, ഹൃദയേശ്വരനാണെന്ന് ധൈര്യമായിട്ട് പറ. അയാൾ എന്റെ ആരുമല്ല. പിന്നെ കരക്കാരെല്ലാം പറയുന്നത് നിനക്ക് അയാളോട് പ്രേമമാണെന്ന്. എനിക്ക് പ്രേമമുണ്ട്, പക്ഷെ അതാ ബേബിച്ചനോടല്ലെന്നേ. അയാൾ ആര്? മുഴുക്കള്ളൻ, മോഷ്ടാവ്, തസ്കര പരമ്പര. അവനൊക്കെ പ്രേമിക്കാൻ എനിക്ക് എന്താ വട്ടുണ്ടോ നാണുവേട്ടാ? എന്റെ മനസ്സിൽ നാണുവേട്ടം മാത്രമേ ഉള്ളൂ. അന്ന് നാണുവേട്ടന്റെ ഹൃദയം കാണാനുള്ള പ്രായം എനിക്കുണ്ടായിരുന്നില്ല. അതാ റേപ്പ് ചെയ്യാൻ വന്നപ്പോ ഞാൻ വെട്ടിയത്. നാണുവേട്ടന് ഒരു വാക്ക് പറ, ഇന്ന് തന്നെ ഞാൻ ആ പെരുങ്കള്ളനെ വെട്ടാം. ബേബീനെ നിനക്ക് വെട്ടാൻ പാകത്തിന് ഞാൻ നിന്ന് തരാടി വഞ്ചകി. എടാ കാർഗിൽ നാരായണ പരമതണ്ടി, നിന്നൊരു ചോദ്യം വിളിച്ചിട്ട് ഇറങ്ങി വേടാ ഉണക്കച്ചട്ടമ്പി. രണ്ടിന്റെ അന്ത്യകൂതാശ നന്ത്യകൂതാശ. എടീ ചീമൊട്ടത്തങ്കെ വിളിച്ചിട്ട് വാടി നിന്നെ മറ്റവരെ. വേണ്ട മോളെ, എല്ലാം ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടു. തിന്നാൻ വന്നതല്ലെങ്കിലും മറ്റൊരുത്തനെ കൊണ്ട് തീറ്റിക്കാലെന്ന് മാത്രമേ അവൻ പറഞ്ഞുള്ളൂ. നാക്കിയാണേലും നീ ഡീസന്റ് ആണ് നാരായണ. റേപ്പിസ്റ്റ്, ജസ്റ്റ് എ ഗുണ്ട. പക്ഷെ നീ അതല്ല. രണ്ട് കാമുകന്മാരുടെ കിടന്ന് വളവള കളിക്കുന്ന വുമൻസ് ലീഗ് ഓർഗനൈസേഷന്റെ പ്രസിഡന്റ്. അതാണ് നീ. നീ ഇപ്പം പറഞ്ഞേ, ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ. അടാൻ കെട്ടിയത് അത്രയ്ക്ക് അങ്ങ് മോഡേണാവണ്ട. എന്റെ കാര്യത്തിൽ നിനക്കിനി യാതൊരു പ്രതീക്ഷയും വേണ്ട. ഇറങ്ങി പോടാ പട്ടി എന്റെ വീട്ടിൽ നിന്ന്. മതിയോ? പിന്നെ പ്രേമിക്കുന്ന പെണ്ണിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തിനടി തടിയും മണ്ണൊക്കെ?
വേറൊരു സാധാ അണ്ടർവേൾഡുകാരനായ എന്റെ കയ്യിൽ നിന്ന് നിനക്ക് തലയുരാൻ പറ്റുന്നില്ല. നീയൊക്കെ അതിർത്തി സംരക്ഷിക്കാൻ പോയ ഇന്ത്യയുടെ ഗതി എന്താവൂടാ? സത്യം പറടാ, നിനക്ക് എന്തായിരുന്നു കാർഗിൽ? പിന്നെ ഞാൻ ചായക്കടക്കാരനാ. കാർഗില്ലോ? ആ, കാസർഗോഡ്. അപ്പൊ അത് കാർഗിൽ എന്നുള്ളത് ചായക്കടയുടെ പേരാ. ആ, നീ ഇത് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോഴേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ചായക്കട ഗ്ലാസ് കഴുകലായിരുന്നു. അയ്യേ തങ്കമണി, നിനക്ക് ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒരു ചാൻസ് കൂടെ തരാം. തുറന്ന് പറഞ്ഞോണം. ആരോഗ്യമില്ലാത്ത ആ ചായക്കടക്കാരനെ വേണോ അതോ തീർന്നായ എന്ത് വേണോ? എനിക്ക് എന്റെ തസ്കരനെ മതി. ഞാൻ നിക്കണാ പോണാ. നീ ഇഞ്ഞ് വന്നേ തരണം. പോയി നല്ല ധന്വന്തരം കുഴമ്പൊഴിച്ചൊന്ന് തേച്ചു കുളി. തങ്കമണി ഇവിടെ വെച്ചോ. എന്തിനാ? തങ്കമണിയുടെ മുകളിൽ നിനക്കൊരു അവകാശമില്ല. പൊയ്ക്കോ. ബേബിച്ചായോ, ഓ, നമ്മൾ എങ്ങോട്ടാ പോണെന്ന് പറഞ്ഞില്ല. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ വലിയ ചോദ്യം പറച്ചൊന്നും ഉണ്ടാകുകയല്ല. ഞാൻ എനിക്ക് തോന്നിയതുപോലെ ചിലത് അങ്ങോട്ട് ചെയ്യും. നീ അതൊക്കെ അങ്ങോട്ട് അനുസരിക്കുക, അത്ര. ഇടയ്ക്കൊക്കെ നീ പറയുന്നത് ഞാൻ അനുസരിച്ചോളാം. നമ്മൾ മാത്രമുള്ളപ്പോ. പക്ഷെ അത് പുറത്താരോടും പറയരുത്, സീക്രട്ട് ആയിരിക്കണം. ആ, ഇക്ബാലാണോടാ? ഞാനാ. നീ നമ്മുടെ സബ് രജിസ്ട്രാറെ ഒന്ന് പോക്കണം. അതെ അതെ, ഓക്കെ, തിയേറ്ററിലോട്ട് കൊണ്ടുവന്നാ മതി. ഒന്നുമില്ലടാ, ഞാൻ കല്യാണം കഴിക്കാൻ പോകും. അത്യാവശ്യം വേണ്ട ചട്ടവട്ടങ്ങൾ റെഡിയാക്കാൻ മീനോട് പറ. വെക്കട്ടെ, ഞങ്ങളിപ്പോ എത്തും. ശരി, ഓക്കെ. വായടക്കടി, ഈച്ച കയറും. കർത്താവിനെ മെഴുകുതിരി, ഗുരുവായൂരപ്പന് നെയ്വിളക്ക്. ഈ നിസാര കാര്യത്തിന് പോലും യോജിപ്പില്ലല്ലോ എൻ്റെ ഭഗവാനെ. ആ, ഇനി ഒപ്പിടാം. അതിനു മുമ്പൊരു കാര്യം, രണ്ടുപേരോടായിട്ട്. ബേബിച്ച, നീ കിഴക്കോട്ട് തിരിഞ്ഞു തൊഴണം. പള്ളി അവിടെയാ. തങ്കമണി, അമ്പലം പടിഞ്ഞാറ്. ഒരു നല്ല കാര്യം ചെയ്യാൻ പോവാ. ശുഭം വരുത്തണേന്ന് പ്രാർത്ഥിക്കേ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെയും ബന്ധുക്കളെയും കൂടെ മനസ്സിൽ ധ്യാനിച്ചോ. എനിക്ക് ജീവിച്ചിരിക്കുന്ന ബന്ധുവായിട്ട് കാർഗിൽ നാരായണായിട്ട് മാത്രമേ ഉള്ളൂ. നാളോട്ട് ധ്യാനിച്ചോട്ടെ. ഇവള് തൊഴി കൊണ്ടേ ജീവിതം തുടങ്ങൂ മീനു. ചുമ്മാ ഇരുടാ. മതി മതി, പ്രാർത്ഥനയും ധ്യാനവും ഒക്കെ മതി. ഇനി ഒപ്പിടാം.